കോൺഗ്രസിന്റെ പ്രകടന പത്രിക പരിശോധിച്ചാൽ ദേശവിരുദ്ധതയല്ലേ അതിന്റെ ഉള്ളടക്കം ഇല്ലാന്ന് പറയാൻ പറ്റുമോ താങ്കൾക്ക്? എത്ര ദേശദ്രോഹ ശക്തികളുമായി ചേർന്നല്ലേ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്? മാത്രമല്ല നിങ്ങൾ പറയുന്നു ഇപ്പോൾ കശ്മീർ വികസനത്തിന്റെ പാതയിലാണ്. നിങ്ങൾ പറയാണ് വീണ്ടും കശ്മീരിന് പിന്നെ പഴയ ഒരു പദവി അത് തിരിച്ചു നൽകും എന്ന് പറയുന്നു. മാത്രമല്ല അഴിമതിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ED അതുപോലെ മറ്റ് കേന്ദ്ര അധികാരം വെട്ടിക്കുറയ്ക്കും. വേറൊരു വലിയ കൗതുകമുണ്ട് അൽനബീർ, ഈ രാജ്യം മുഴുവൻ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് കേരളത്തിലിരുന്ന് നേതാക്കന്മാർ ആഹ്വാനം ചെയ്തതാണ് പൗരത്വ നിയമ ഭേദഗതി. അത് വലിയൊരു പൊളിറ്റിക്കൽ അജണ്ടയാക്കി കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടു. അതിന്റെ പ്രഭവ കേന്ദ്രം കേരളം തന്നെയായിരുന്നു. കേരളത്തല്ലാതെ പുറത്ത് ഒരിടത്തും ചർച്ചയാക്കാൻ കോൺഗ്രസ് തയ്യാറായത് മാത്രമല്ല പ്രകടന പത്രികയിൽ ഒരു വരി നേരിട്ട് പറയാൻ കോൺഗ്രസ് അവർ ധൈര്യം കാണിച്ചു. പലതവണ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഉറക്കെ ചോദിച്ചിരുന്നു ഇത് പിൻവലിക്കാൻ, പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കാൻ കോൺഗ്രസിന് ചങ്കൂറ്റമുണ്ട്, ഉണ്ടെങ്കിൽ പരസ്യമായി പറയുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇവിടെ എന്തോ ചില മറുപടി ഏതോ ഒരു മൂലയ്ക്ക് എന്തോ ഒരു അനുച്ഛേദമായിട്ട് നിങ്ങൾ കാണിച്ചു എന്നല്ലാതെ. അപ്പം നോക്കൂ, ഈ സഖ്യത്തിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആത്മാർത്ഥതയല്ലേ ചോദ്യം ചെയ്യപ്പെടുന്നത്? അല്ലേ, ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ പൗരത്വ ഭേദഗതിക്ക് മുമ്പ് അനിൽ പറഞ്ഞ ഒരു കാര്യം കാശ്മീരിനെ കുറിച്ചാണ്. അപ്പൊ കാശ്മീർ ഗംഭീരമായി പോകുന്നു എന്നങ്ങ് പറഞ്ഞു. കാശ്മീരിലെ അങ്ങ് ഈ പറയുന്ന എക്സിറ്റ് പോളിൽ കാശ്മീരിന്റെ ഫലം ശ്രദ്ധിച്ചു. ഏറ്റവും കൂടുതൽ മലയാളികൾ വിനോദസഞ്ചാരത്തിന് പോകുന്ന ഞാൻ ചോദിച്ച ഉത്തരം പറയൂ. ഈ എക്സിറ്റ് പോളിൽ BJPയുടെ നിലയെക്കുറിച്ച് അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഞാനിതിൽ വിശ്വസിക്കുന്നില്ല, പക്ഷെ എന്നാലും നിങ്ങൾ പറയുന്ന എക്സിറ്റ് പോളിൽ ഈ വലിയ മാറ്റം ഉണ്ടാവുമെന്ന് പറയുന്ന എക്സിറ്റ് പോളിൽ എന്താണ് കാശ്മീരിലെ അവസ്ഥ? അത് പറയുന്നുണ്ടല്ലോ. കാശ്മീരിൽ എന്താ അവസ്ഥ? അപ്പോൾ അവിടെ വലിയ വികസനമാണ് നടക്കുന്നതെങ്കിൽ അവിടെ BJPക്ക് അനുകൂലമായ ഒരു ഘടകമല്ലേ ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റമല്ലേ അവിടെ ഉണ്ടാവേണ്ടത്? അത് ഉണ്ടായില്ലല്ലോ. എക്സിറ്റ് പോളിൽ പോട്ടെ, അത് എക്സിറ്റ് പോൾ അവിടെ വിടും. എക്സിറ്റ് പോളിൽ ഞാൻ വിശ്വസിക്കാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പറയാത്തത്. ഇനി താങ്കൾ പറഞ്ഞിട്ടുള്ള ഈ CAA സംബന്ധിച്ചിടത്തോളം ഞാനിത് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. CAA മാത്രമല്ല, രാജ്യത്തിന് വിരുദ്ധമായി, രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഈ രാജ്യത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളൊക്കെ തന്നെ പിൻവലിക്കുമെന്ന് കോൺഗ്രസ് പറയുമ്പോൾ, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ വളരെ വ്യക്തമായി പറയുമ്പോൾ, പിന്നീട് അതിനകത്ത് CAA കുറിച്ച് പറയുന്നില്ല എന്നതിനെ കുറിച്ച് എന്താണ് അതിന്റെ പ്രസക്തി? എന്താണ് അത് വീണ്ടും പറയുന്നതിന്? അപ്പൊ രാജ്യത്ത് ഇത് മാത്രമല്ല, രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി തയ്യാറാക്കിയിട്ടുള്ള ഒട്ടനവധിയായിട്ടുള്ള നിയമങ്ങൾ, ആ നിയമങ്ങളിലാണ് നമുക്ക് മാറ്റം ഉണ്ടാവാൻ പോകുന്നത് എന്ന് കൃത്യമായി നടപ്പിലാക്കണം എന്ന് ആദ്യം തീരുമാനിച്ചത് കോൺഗ്രസ് ആയിരുന്നു അല്ലെ? പിന്നെ നിങ്ങൾ നിലപാട് മാറ്റി. പിന്നെ ഇപ്പൊ ഇതാ അവിടെ വേണോ ഇവിടെ വേണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ, ഒരു ആശയക്കുഴപ്പം മൻമോഹൻ സിംഗ് ആണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയല്ലേ നിങ്ങൾ ഇതിനെ ഒരു മൂലയിലേക്ക് ഒതുക്കിയത്? CAA നിലപാട് ഇല്ല, CAA നടപ്പാക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ നടപ്പാക്കിയതുപോലെ, അല്ലെങ്കിൽ ഇപ്പോൾ BJP നടപ്പാക്കിയതുപോലെ ഒരു തലത്തിലല്ല. നിങ്ങൾ എന്താണ് CAAയുടെ പ്രശ്നം? എന്താണ് CAA എന്ന് പറയുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ പ്രകാരം രാജ്യത്ത് പൗരത്വം എന്ന് പറയുന്നത് നമുക്കൊരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ പാടില്ല. ബിക്കോസ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു സെക്യുലർ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് പൗരത്വം എന്നത് നമുക്ക് ഒരു രാജ്യത്ത് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാനായിട്ട് കഴിയില്ല എന്ന് ഭരണഘടനാ വിരുദ്ധമായ കാര്യത്തെയാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. പൗരത്വം കൊടുക്കുന്നതിന് മറ്റ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അതിന് കൊടുക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ ഇപ്പോൾ നിങ്ങൾ പൗരത്വം ആൾറെഡി കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തതിന്റെ അടിസ്ഥാനം എന്താണ്? മതമാണ് പൗരത്വം കൊടുത്തതിന്റെ അടിസ്ഥാനം. അതെയാണ് കോൺഗ്രസ് പാർട്ടി എതിർത്തിട്ടുള്ളത്. അല്ല ഇപ്പൊ പൗരത്വം കൊടുക്കുന്നതിനകത്തൊന്നും നമുക്ക് നിലപാട് ആദ്യം പ്രഖ്യാപിച്ചത് BJP അല്ല ശ്രീ ഡോക്ടർ ഗിരി. ഇത് ആദ്യം മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗ് പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ഇപ്പോഴും ദൂരദർശന്റെ സൈറ്റിലൊക്കെ ലഭ്യം. അദ്ദേഹം പറഞ്ഞ എന്താണ്? പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പീഡനം അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾ, ഈ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പീഡനം അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾ എന്തായാലും അവിടുത്തെ മുസ്ലിം വിഭാഗമല്ലല്ലോ. അവിടെ ആരോ ആയിക്കോട്ടെ, അവിടെ സിഖുകാരായിക്കോട്ടെ, ഹിന്ദുക്കളായിക്കോട്ടെ, മുസ്ലിങ്ങളായിക്കോട്ടെ, ക്രിസ്ത്യാനികളായിക്കോട്ടെ, നിങ്ങൾ എന്തിനാണ് ഈ വേർതിരിവ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ചോദിച്ചു. അതാണ് സാർ പറഞ്ഞത്. പ്രത്യേക വിഭാഗത്തിന് വേദന ഉണ്ടാവില്ല. നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറിയവർ, അത് ആ ഒരു കണക്ക് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണ്? അനിലേ, ഇതിനകത്ത് അതാണ് ഞാൻ പറഞ്ഞത്. അതിനിപ്പോ ആർക്ക് അതിനകത്തൊരു മതം എന്തിനാണ് നോക്കുന്നത്? നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ കടന്നു കയറുന്നതിനകത്ത് ചിലപ്പം മുസ്ലിങ്ങളുണ്ടാവും, ക്രിസ്ത്യാനികളുണ്ടാവും, ജൂതന്മാരുണ്ടാവും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവരുണ്ടാവുന്നേ. അപ്പൊ അതിനകത്ത് ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നതിന്റെ പിന്നിലെ പ്രസക്തി, അതിന്റെ താല്പര്യം എന്താണെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ പ്രശ്നം. അതല്ലാതെ മറ്റെന്തെങ്കിലും അടിസ്ഥാനത്തിൽ അത് നിങ്ങൾക്ക് അത് കൊടുക്കാൻ അല്ലെങ്കിൽ പൗരത്വം കൊടുക്കുന്നതിനകത്ത് ഞങ്ങളാരും എതിർപ്പില്ല. എന്താ പ്രശ്നം? രാജ്യത്തിന്റെ ഭരണഘടന അപേക്ഷിക്കുന്ന ഏതൊരാൾക്കും പൗരത്വം ലഭിക്കും, അതിൽ ഒരു തർക്കവുമില്ല.
അതാണ് പറഞ്ഞത്. ഈ പറഞ്ഞ പക്ഷേ അതൊരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട മൂന്ന് രാജ്യങ്ങളിലെ മതം ന്യൂനപക്ഷമായതുകൊണ്ട് പീഡനം അനുഭവിക്കുന്നത് കൊണ്ട് നാട് വിടേണ്ടി വന്ന ആളുകൾക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന് ആവർത്തിച്ച് പറഞ്ഞത് അന്ന് CPM-ന്റെ ദേശീയ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയും ഒപ്പം പ്രകാശ് കാരാട്ടും ഒപ്പം മൻമോഹൻ സിംഗുമാണ് പറഞ്ഞത്. അതിലെന്താണ് തർക്കമെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നതായാലും അല്ല, അതൊരു പ്രത്യേക വിഭാഗത്തെ മാറ്റി നിർത്തുന്നതിനോടുള്ള യോജിപ്പാണ് പറഞ്ഞത്. അതൊക്കെ എല്ലാവർക്കും കോമൺ ആവട്ടെ. അതെന്തുകൊണ്ടാണ്? രാജ്യത്തിന്റെ ഭരണഘടന അത് നിഷ്കർഷിക്കുന്നത് കൊണ്ടാണ്. ഭരണഘടന എന്താ പറയുന്നത്? നമ്മുടെ ഒരു സെക്യുലർ രാജ്യമാണ്. അങ്ങനെ ഒരു സെക്യുലർ രാജ്യം ഏതെങ്കിലും ഭരണഘടനയിൽ എവിടെയെങ്കിലും നമ്മുടെ രാജ്യം ഒരു ഹിന്ദു മതമെന്നോ നമ്മുടെ രാജ്യം ഇസ്ലാം മതമാണോ അല്ല ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ.